നമസ്കാരം. ഇന്നലെ രാജ്യതലസ്ഥാനത്ത് നടന്ന പാറ്റകളുടെ പ്രതിഷേധം, പാർലമെൻറ്റ് മാർച്ച്, ഇതെല്ലാം അക്രമാസക്തമായി പോലീസ് വാഹനങ്ങൾ തകർക്കുകയും 50ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന വലിയ സംഘർഷഭരിതമായൊരു സാഹചര്യമായിരുന്നു രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അതിലൊരു ക്രമഘടനയുണ്ട്, അതിലൊരു പാറ്റേൺ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. കാരണം ഇതെല്ലാം കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ട കുഴപ്പങ്ങളാണ്, ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്നതും അത്തരത്തിലുള്ള കുഴപ്പങ്ങളാണ് എന്ന് തന്നെ കാണേണ്ട രീതിയിലേക്ക് സാഹചര്യങ്ങൾ വികസിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഈ പ്രതിഷേധക്കാരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രതികരണങ്ങളാണ്. നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പോലെ ഉള്ള, നേപ്പാളിലെ പോലെ പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രതിഷേധക്കാരൻ അലറി വിളിക്കുന്നത് നാം കേട്ടതാണ്. നേപ്പാളിലെ പോലൊരു സാഹചര്യം ഞങ്ങളിവിടെ ഉണ്ടാകും, പാർലമെൻറ്റിനെ പിഴുതെടുത്ത് ദൂരക്കളയും എന്നുള്ളൊരു ഭീഷണി പ്രതിഷേധക്കാർ മുഴക്കുന്നത് നാം കേട്ടതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അതിനോടൊപ്പം തന്നെ ഇന്നേ ദിവസം, അതായത് ജൂലൈ 21-ാം തീയതി പഴയ കർഷകന്മാർ വീണ്ടും രംഗത്തിറങ്ങുകയാണ്. അവർ രംഗത്തിറങ്ങാൻ പോകുന്നത് ഒരു ദിവസത്തെ റാലിയാണ്. ഇന്നത്തെ ദിവസം ഡൽഹിയിലൊരു റാലി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് അവർ ദേശ് ബച്ചാവോ മോർച്ച എന്നൊരു സംഘടനയുടെ കീഴിലാണ് അത്തരത്തിലൊരു ജാഥ അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്നേ ദിവസം ജൂലൈ 21-ാം തീയതി രാജ്യതലസ്ഥാനത്ത് അത്തരത്തിലൊരു ജാഥ നടത്താനാണ് അവരുടെ തീരുമാനം. എല്ലാം ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ കഴിഞ്ഞ ദിവസത്തിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് ഫറൂഖ് അബ്ദുള്ള, ജമ്മു ആൻഡ് കാശ്മീരിനെ ഇത്രയും നശിപ്പിച്ച് ജിഹാദികളുടെ കയ്യിലേക്ക് വെള്ളിത്താലത്തിൽ വെച്ചു കൊടുത്തതിന് ഏറ്റവും വലിയ ഉത്തരവാദിയായ ഫറൂഖ് അബ്ദുള്ള ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായി ജന്തർ മന്ദറിൽ തന്നെ പ്രതിഷേധ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധക്കാർ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പാറ്റകളെ പോലീസുകാർ കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ അവരൊന്ന് ചിതറി മാറിയിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ സാന്നിധ്യം ഡൽഹിയിൽ ഇപ്പോഴുമുണ്ട്. വരും ദിവസങ്ങളിൽ പാർലമെൻറ്റ് സമ്മേളനം തുടരുകയാണ്. ഇപ്പോൾ ഈ പാറ്റകൾക്ക് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വീഡിയോ സന്ദേശം അയക്കുകയും പ്രതിപക്ഷ പാർട്ടികളിൽ പലരും നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ പിന്തുണകൾ പാറ്റകൾക്ക് അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് SFI, AIYF പോലുള്ള ഇടത് സംഘടനകൾ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അവർ പൂർണ്ണമായും ഏതാണ്ട് ജിഹാദിവൽക്കരിക്കപ്പെട്ട സംഘടനകളാണ്. ഐഷി എന്നൊക്കെ പറഞ്ഞ് കുറേ ജിഹാദികൾ തന്നെയാണ് അതിൻ്റെ തലപ്പത്തും പാർശ്വങ്ങളിലും എല്ലാം ഉള്ളത്. അവരുടേതായിട്ടുള്ള ഒരു പിന്തുണയും പാറ്റകൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രക്ഷോഭങ്ങളിലുണ്ടായിരുന്നതുപോലെ പലയിടങ്ങളിൽ നിന്നും, ഞാൻ ഈ പാറ്റ പ്രക്ഷോഭത്തെ സംബന്ധിച്ച് തന്നെ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ജന്തർ മന്ദറിനെ പോലീസ് വളഞ്ഞു നിൽക്കുമ്പോഴും പോലീസിൻ്റെ പിന്നിൽ നിന്ന് ആളുകൾ പ്രതിഷേധങ്ങൾക്കായി എത്തുന്നൊരു സാഹചര്യം ഉണ്ടാകാം. മെട്രോ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ ആസൂത്രിതമായി തന്നെ വളരെയധികം ആളുകളെ ഇന്ന് തലസ്ഥാനത്ത് എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പോലീസിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമാണ് വലിയൊരു സംഘർഷവും അക്രമവും ഒഴിവാക്കുന്നതിൽ കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും പോലീസ് സംവിധാനങ്ങളും വിജയിച്ചത്. അവർ സംയമനത്തോടുകൂടി ഈ സമരത്തെ കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് ലാത്തി ചാർജിലും കണ്ണീർ വാതക പ്രയോഗത്തിലും മാത്രമായി ഇത് ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഈ ഇത്തരക്കാർ ആഗ്രഹിച്ചതുപോലെ പോലീസുകാർ നിറയൊഴിക്കുകയും സമരക്കാർക്ക് നേരെ നിറയൊഴിക്കുകയും ഒരാളെങ്കിലും മരണപ്പെടുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തേനെ. അതോടുകൂടി ആ പേരിൽ ഇന്ന് തന്നെ തകർത്ത വാഹനങ്ങൾ പലതും കത്തിക്കാൻ ചില ജിഹാദികൾ ശ്രമിക്കുന്ന വിവരങ്ങളും നമുക്ക് അവിടുന്ന് പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ മലയാള മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണയൊഴിക്കുവാനായി മലയാളത്തിലെ ആദ്യത്തെ ദൃശ്യമാധ്യമ ചാനൽ എന്ന അഭിമാനം കൊള്ളുന്ന ഒരു ചാനലുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി അത് ഡൽഹിയിൽ അവർ മൂക്കിന് വളയമിട്ടൊരു അവരുടെ ഒരു റിപ്പോർട്ടറെയും അവിടുത്തെ തന്നെ സ്ഥിരമായിട്ടുള്ള ഒരു ഗുരുവംശത്തെയും എല്ലാം അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഈ കുത്തിത്തിരിപ്പ് ഏതെങ്കിലും തരത്തിലുണ്ടാക്കി എരുതിയിൽ പെട്രോൾ ഒഴിക്കുവാനായിട്ട്, എണ്ണയല്ല പെട്രോൾ തന്നെ ഒഴിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായി അവരും ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഈ പാറ്റകളുടെ ഒരു പ്രതികരണ രീതി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതികരണ സംവിധാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കാണുവാൻ സാധിക്കും അവരുടെ വായിലേക്ക് തിരികെ വച്ചിരിക്കുന്നതിൽ ഒരു 10-9 മലയാള മാധ്യമങ്ങളുടെ മൈക്കുകളായിരിക്കും. അതിൽ കാണാത്ത വളരെ അപൂർവം ചില മലയാള മാധ്യമങ്ങളുടെ, അപൂർവം എന്നല്ല, 1-2
മലയാള മാധ്യമങ്ങളുടെ മൈക്കുകളെ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലാണ് സാഹചര്യങ്ങൾ ഡൽഹിയിൽ വികസിച്ച് വരുന്നത്. എന്തായാലും നേപ്പാളിലെയോ ബംഗ്ലാദേശിലെയോ പോലൊരു അരാജകത്വം വിതയ്ക്കുന്നൊരു സാഹചര്യം തലസ്ഥാനത്തുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്വാതന്ത്ര്യദിനം അടുത്ത് വരികയാണ്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ വിഷയത്തെ സംബന്ധിച്ച് പാറ്റകളെ അധികം തത്വമായി പ്രോത്സാഹിപ്പിക്കാറില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം കഴിഞ്ഞു വന്ന, രാഹുൽ ഗാന്ധി കുടുംബത്തെ കാണാനോ മറ്റോ പോയെന്ന വിമർശകർ പറയുന്ന ഈ ഒരു സന്ദർശനം കഴിഞ്ഞു വരുന്ന വേളകളിലെല്ലാം ഭാരതത്തിൽ അടുത്തിടെയായി കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട് പല രീതിയിൽ. അത്തരത്തിലുള്ളൊരു കുഴപ്പങ്ങൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തെ ചുറ്റിപ്പറ്റിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് തത്വമയി ന്യൂസ് പ്രേക്ഷകർക്ക് തന്നിരുന്നു. എന്തായാലും അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വികസിച്ചും പോകുന്നത്. കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രതയിലാണ്. ഇവരോട് ചർച്ചകളൊക്കെ നടത്താം, നിങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കുക, ജന്തർ മന്ദറിൽ ഇവരുടെ പ്രതിഷേധ പന്തൽ പൊളിച്ചു മാറ്റി അഭിജിത് ദീപ്കെ എന്ന ഈ പാറ്റകളുടെ തലവൻ, അയാളുടെ പിന്നിലുള്ള നേതാക്കളോ അല്ലെങ്കിൽ അയാളുടെ തലവന്മാരാരായാൽ തന്നെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ പ്രതിഷേധത്തിൻ്റെ മുഖം താനാണ് എന്നുള്ള രീതിയിലാണ്. നിരാഹാര സത്യാഗ്രഹമൊക്കെ അവസാനിപ്പിച്ച് നട്ടലൊട്ടിപ്പിടിക്കും എന്നുള്ള അവസ്ഥയിൽ ഒരുവിധം നിരാഹാരമൊക്കെ അവസാനിപ്പിച്ച് അയാളും സോനം വാങ്ചുക് എന്ന രാജ്യവിരുദ്ധൻ്റെ പത്നിയും ഗീതാഞ്ജലി അവരും കേരള ഹൗസിൻ്റെ അടുത്ത്, ശ്രദ്ധിക്കുക, കേരള ഹൗസിൻ്റെ അടുത്താണ് റോഡിൽ കുത്തിയിരിക്കുകയാണ്. രാത്രിയോടുകൂടി ഡൽഹി പോലീസ് മിക്കവാറും ചുമന്ന് മാറ്റുവാനുള്ള സകല സാധ്യതകളുമുണ്ട്. എന്നാലും പ്രതിഷേധവുമായി മിക്കവാറും ഒരു പ്രവചനം കൂടി നടത്താം. ഡൽഹി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വട്ടപ്പൊട്ടുമിട്ട് നമ്മുടെ മിസസ് കാരാട്ട് അവിടെ പ്രത്യക്ഷപ്പെടും. മറ്റ് ജോൺ ബ്രിട്ടാസും ബാക്കിയുള്ള അനാമത്തുകളും എല്ലാം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഈ സംഭവങ്ങളെ എങ്ങനെയെങ്കിലും ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക്, അക്രമത്തിലേക്ക് നയിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാർലമെൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും ഉദ്ദേശം. കാരണം രാജ്യസുരക്ഷയ്ക്കും ജനാധിപത്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ വളരെയധികം നിർണായകമാകുന്ന നിരവധി ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന ബില്ലുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവയിൽ പലതിനും 2/3 ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷത്തിലേക്ക് കേന്ദ്ര സർക്കാർ ലോക്സഭയിലും രാജ്യസഭയിലും അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിലുള്ള അന്തഛിദ്രം കാരണം. അതുകൊണ്ട് തന്നെ ഈ ബില്ലുകൾ ഏതെങ്കിലും തരത്തിൽ പാസ്സാക്കാതിരിക്കുവാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും പരമാവധി ശ്രമിക്കും. അതിന് പാറ്റകളെയല്ല പഴുതാരകളെയും അവരുപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും വരും ദിവസങ്ങളിൽ ഡൽഹി കൂടുതൽ സംഘർഷഭരിതമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും രാഹുൽ ഗാന്ധിയുടെയും ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പലരുടെയും നേതൃത്വത്തിൽ, ജിഹാദികളുടെയും പുറത്തു നിന്ന് ഡീപ് സ്റ്റേറ്റിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അഭിജിത് ദീപ്കെ ഒന്നും ഒരു വിഷയമേ അല്ല. അഭിജിത് ദീപ്കയൊക്കെ ഏറ്റവും ചെറിയൊരു ആയുധം മാത്രമാണ്, ഒരു പേനാക്കത്തി പോലുമല്ല. വലിയ മൂർച്ചയേറിയ വാളുകൾ നാളെ മുതൽ ഡൽഹിയിൽ കളത്തിലിറങ്ങുവാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ അതിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.